കോട്ടയം എം ജി സർവകലാശാലയിലെ നിയമന വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. എൻവയറൺമെന്റൽ സയൻസിലെ അനധികൃത നിയമനത്തിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം സർവകലാശാലയുടെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷൻ വന്ന് അദ്ദേഹത്തിന് കൃത്യമായ യോഗ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രശ്നമൊന്നുമില്ല നിയമപരമായി എന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇതിൽ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണോ ഈ വിഷയത്തിൽ? അനുജ, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് എം ജി സർവകലാശാല അത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകിയത്. അതായത് മതിയായ യോഗ്യത ഈ പറയുന്ന അസോസിയേറ്റ് പ്രൊഫസറായി നിയമിതനായിട്ടുള്ള വ്യക്തിക്കുണ്ട് എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. VC തന്നെയാണ് ആ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. പക്ഷേ അതൊന്നും തന്നെ ഈ വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നില്ല. കാരണം മതിയായ യോഗ്യതയില്ല. UGC അംഗീകരിക്കുന്ന യോഗ്യത അദ്ദേഹത്തിന് ഇല്ല. 8 വർഷത്തെ ഒരു അധ്യാപന പരിചയമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് അദ്ദേഹത്തിനില്ല. ഒപ്പം തന്നെ ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സയൻസിലെ എക്സ്പീരിയൻസ് ആണ്. എന്നാൽ അതിന് പകരമായി ഇത്തവണ നോട്ടിഫിക്കേഷൻ വരെ തിരുത്തിക്കൊണ്ട് ലൈഫ് സയൻസ് കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയതാണ് ഈ വിദ്യാർത്ഥികളെ പ്രകോപിതരാക്കിയിരിക്കുന്നത്. ലൈഫ് സയൻസ് ഉൾപ്പെടുത്തുമ്പോൾ എൻവയോൺമെന്റൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മതിയായിട്ടുള്ള അവസരം നഷ്ടപ്പെടും. ആ ഒരു തിരിമറിയാണ്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ തിരുത്തിയതിലാണ് വലിയൊരു അമർഷം ഇവർക്കുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിക്കാം. വിദ്യാർത്ഥികൾ മാത്രമല്ല, ഗവേഷകരടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ കാരണം? കഴിഞ്ഞ ദിവസം VC ഒരു വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണം തൃപ്തികരമല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും ആ വിശദീകരണം തൃപ്തികരമല്ല. കാരണം ഇവിടെ നടന്നിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, 30 വർഷത്തിന് ആയിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് സ്റ്റഡീസിന് സ്റ്റുഡൻസ് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് സയൻസിന്റെ ഒരു നോട്ടിഫിക്കേഷനിൽ ലൈഫ് സയൻസ് ഇൻക്ലൂഡ് ചെയ്ത് ലൈഫ് സയൻസുകാരെ കയറ്റുന്നത് തന്നെ ഞങ്ങളോടുള്ള ഒരു പ്രതിഷേധം തന്നെയാണെന്ന് കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ സ്റ്റുഡൻസ് അവരുടെ പഠിപ്പ് ബഹിഷ്കരിച്ച് ഇന്നിവിടെ നിരത്തിലിറങ്ങി. മതിയായ യോഗ്യത ഈ വ്യക്തിക്കില്ല എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? തീർച്ചയായിട്ടും UGC നിഷ്കർഷിക്കുന്ന ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു യോഗ്യതയല്ല. മാത്രമല്ല, യൂണിവേഴ്സിറ്റി ഇറക്കിയിരിക്കുന്ന റിവൈസ്ഡ് നോട്ടിഫിക്കേഷൻ, അതാണ് ഇവിടെ നമ്മൾ എടുത്തു കാണിക്കേണ്ടത്. അത് ലൈഫ് സയൻസ്, ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എൻവയോൺമെന്റ് സയൻസ് ഉണ്ടാവുകയും രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എൻവയോൺമെന്റ് സയൻസ് ഇല്ലാതെ, എൻവയോൺമെന്റ് സയൻസ് ഉണ്ട് പക്ഷേ ലൈഫ് സയൻസും ഓർ ഈക്വലന്റ് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആവുകയും കെമിസ്ട്രി, ഫിസിക്സ്, ബയോടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവിടുന്ന് ഉദ്യോഗാർത്ഥികൾ വന്ന് ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തപ്പോൾ എൻവയോൺമെന്റ് സയൻസിൽ ഇപ്പോൾ അധ്യാപന പരിചയം 8 വർഷത്തെ പരിചയമുള്ള ആളുകളെ തിരസ്കരിച്ചുകൊണ്ട് ബയോടെക്നോളജിയിൽ അഭികാമ്യമുള്ള ആളെ എടുത്തതിലാണ് ഞങ്ങളിവിടെ. ചാൻസലർക്കടക്കം പരാതി നൽകി, അതിന് മറുപടി എന്തെങ്കിലും? തീർച്ചയായിട്ടും ഞങ്ങൾ ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗവർണർ നമുക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഗവർണർക്ക് യൂണിവേഴ്സിറ്റി കൊടുത്ത മറുപടി ഇരിക്കാതെ ഇന്റർ ഡിസിപ്ലിനറി, മൾട്ടി ഡിസിപ്ലിനറി എന്ന ഒരു കോഴ്സാണ്, ഒരു വേർഡ്സ് ആണ് അവർ എടുത്തു പറയുന്നത്. അതിന് UGC തന്നെ ഞങ്ങൾക്ക് അത് യൂണീക് സബ്ജക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. അതാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്നത് ഈ ലൈഫ് സയൻസ് ഉൾപ്പെടുത്തിയത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായി കാണുന്നത്. അതുപോലെ തന്നെ ഈ അധ്യാപകന് യോഗ്യതയില്ലെന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർവകലാശാല കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണം ഇറക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയിൽ, ഒരു മാറ്റമുണ്ടാകുന്ന ഒരു നടപടിയിലേക്ക് ഉടൻ സർവകലാശാല കടന്നേക്കില്ലെന്നാണ് അനുജ ഇവർ പറയുന്നത്. ശരി, എം ജി സർവകലാശാലയിലെ എൻവയറൺമെന്റൽ സയൻസ് അനധികൃത നിയമനത്തിലാണ്, അധ്യാപകന്റെ നിയമനത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലേക്ക് കടന്നത്.